നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു കർക്കിടക റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകമായില്ലോ, കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഇടാത്ത റെസിപ്പിയാണ് ഉഴുന്ന് ചോറും കൂടെ എള്ളു സമ്മന്തിയും. ഇനിയിപ്പോൾ എല്ലാവരും കഞ്ഞികൂടി തുടങ്ങും, കർക്കിടകമല്ലേ. ഒരു 10 ദിവസം ഒരാഴ്ചയൊക്കെ കർക്കിടക്കഞ്ഞി കഴിക്കുക. അത് രാവിലെ ആയാലും രാത്രി ആയാലും കഴിക്കാം. പക്ഷെ ലഞ്ചിൻ്റെ ടൈമിൽ നിങ്ങളിങ്ങനെ ഒരാഴ്ച ഉഴുന്ന് ചോറും എള്ളു സമ്മന്തി തന്നെയാണ്. എള്ളിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ ഒരാഴ്ച കഴിച്ച് നോക്കൂ, വളരെ നല്ലതാണ്. ദേഹബലം നേടാനും ശരീരപുഷ്ടിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉഴുന്ന് ചോറും ഒപ്പം എള്ളി സമ്മന്തി. വളരെ ഹെൽത്തി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു കപ്പിൽ നിറച്ച് വടിച്ചെടുത്തിട്ടില്ല, 1 കപ്പ് പൊന്നിയരി. പെട്ടെന്ന് വേവാൻ നല്ലത് അതാണ്. ഇവിടെ കിട്ടിയ മട്ട എത്ര കൂക്കിച്ചാലും വേവില്ല. അത് കാരണം നിങ്ങളുടെ കയ്യിൽ നല്ലോണം വേവണം, പെട്ടെന്ന് വേവണം, മട്ട റൈസിനങ്ങ് എടുത്തോളൂ. ഞാനിവിടെ പൊന്നിയാണ് എടുത്തിരിക്കുന്നത്, പച്ചരിപ്പൊന്നി. ഇനി ഇതേ ബൗളിൽ തന്നെ ഒരു 3/4 കപ്പോളം ഉഴുന്നെടുക്കണം. അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകണം. അതിനോടൊപ്പം തന്നെ നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് മതി ഉഴുന്ന് കഴുകുക. രണ്ടും കൂടി കഴുകിയാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് കുക്കറിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉഴുന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് ചോറെന്ന് പറയുമ്പോൾ ഉഴുന്ന് നല്ലോണം വേണം. ഞാൻ കണ്ടോ നല്ലോണം ഒരു 3/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 5-8 കുരുമുളകും കൂടി വറക്കുമ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉഴുന്നൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു മണം വരും. കുറച്ചൊരു ചുമന്ന കളറ് ആവണ വരെ നമുക്ക് വറക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം അരി ഉഴുന്നും കൂടി നന്നായിട്ട് കഴുകാൻ കേട്ടോ. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഒന്നിങ്ങോട്ട് മൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് ഓപ്ഷനിലാണ് കൂടി ഇട്ട് കൊടുക്കണം. നല്ലതാണത്, ദേഹത്തിനായാലും ശരി. അപ്പം ഞാൻ കുരുമുളക് ഇത്ര മതി, അധികമൊന്നും വേണ്ട. 1/4 ടീസ്പൂണൊന്നും കണക്കില്ല കേട്ടോ. ഒരു 10-12 മണി. ഇനി നന്നായിട്ടൊന്നായി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ഇങ്ങനെ ആളെത്രയുള്ള അതിനനുസരിച്ച് എടുത്താൽ മതി. ഉഴുന്ന് ചോറ് ഒരാഴ്ച ഉച്ചയ്ക്ക് ഇതുണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം ഇതിൽ അരി ഉഴുന്ന് ഇതുപോലെ കുറച്ച് കുരുമുളക്, പിന്നെ നമ്മളിനി താളിക്കാൻ പോണ സാധനങ്ങളൊക്കെ വളരെയധികം ദേഹത്തിന് നല്ലതാണ്. ഒന്നും കൂടി ആയി വരട്ടെ കേട്ടോ. ഇപ്പോൾ കണ്ടോ ഒരുവിധം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ കറക്കിട്ടോ, സാരമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലിട്ടിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചൂടായിക്കോളും. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടി നന്നായിട്ടൊരു 4-5 പ്രാവശ്യം കഴുകണം കേട്ടോ. എന്നിട്ട് വേണം കുക്കറിലിടാൻ. കുക്കറിലിടുന്നതിന് മുന്നേ ആയിക്കൊണ്ട് ഒരു താളിപ്പുണ്ട്. അത് ചോറ് വെച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കാം. അല്ലെങ്കിൽ എളുപ്പപ്പണിയാണ്, കുക്കറിൽ ആദ്യം തന്നെ വറുത്തതിന് ശേഷം അരിയൊക്കെ ഇട്ടിട്ട് വിസിലടുപ്പിക്കുക വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എളുപ്പപ്പണിയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിവിടെ ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാറട്ടെ. ഇനി നമുക്കിതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ തന്നെ വേണം നല്ല ജീരകം. ഇത് നമുക്ക് ആദ്യം വറക്കേണ്ടതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ 2 കഷ്ണം ഇഞ്ചി, ഒരു 8-10 കുഞ്ഞുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്തോളൂ. കാരണം 2 വറ്റൽമുളകും കൂടി ഇടേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് കഴുകി വെച്ച അരി ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉഴുന്ന് അരിയും കൂടി ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ചെയ്തോളൂ. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജീരകം, ഉലുവ, കടുക്
ഇതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ കുഞ്ഞുള്ളിയില്ലേ, അതിനോടൊപ്പം കറിവേപ്പില ഇടണം. ഒരു 2-3 വറ്റൽമുളകും കൂടി ഇടണം കേട്ടോ. ഇതൊന്ന് ആയി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ഇപ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്ന് ചോറ്. ഇതിലിപ്പോൾ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സാരമില്ല, അത് ഒഴിവാക്കിക്കോളൂ. അത് വാങ്ങാൻ ഓടൊന്നും വേണ്ട. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അത് മാത്രമായാലും മതി. ഒന്നായി വരട്ടെ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം കൂടി ഒഴിക്കേണ്ടതുണ്ട്. അരി ഇട്ടതിന് ശേഷം അരി ഉഴുന്നും കൂടിയാണ് കേട്ടോ. എത്ര വെള്ളം വെച്ചാൽ ഞാൻ സാധാരണ നമ്മളിപ്പോൾ എടുക്കണ കപ്പില്ലേ, ഞാൻ ഇപ്പോൾ ഈ അളവെടുത്ത കപ്പിൽ ഒരു 4.5 കപ്പ് വെള്ളം കേട്ടോ. 1 കപ്പ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന്, അതുപോലെ തന്നെ 4.5 കപ്പാണ് വെള്ളം ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ അളവിൽ പറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചില അരിക്ക് മട്ടരിക്കാച്ചാൽ കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ. ഞാൻ സാധാരണ എടുക്കുന്ന അരി തന്നെയാണ്. പെട്ടെന്ന് സമയമില്ലെങ്കിൽ എടുക്കാറ് ഈ അരിയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് പെട്ടെന്ന് മട്ടരി വേവില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ പച്ചരിപ്പൊന്നി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഗ്യാസ് കൊടുക്കാം. 3 വിസിൽ നല്ലോണം അടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് തൈര് സാദം മാതിരി കുറച്ച് അഴകുഴാന്നുള്ള മട്ടിലാവാം, അല്ലെങ്കിൽ ചോറിൻ്റെ മാതിരിയാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിൽ നിന്ന് അളവ് ഞാൻ പറയുന്നില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ഗ്യാസ് കൊളുത്തിട്ട് നല്ലോണം ഒരു 3 വിസിൽ അങ്ങോട്ട് അടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എള്ള് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വറുത്തെടുത്ത അതേ അടി കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പ് നല്ലോണം കഴുകി ഉണക്കി വെച്ചതാണ് എള്ളെടുക്കണം. എള്ളിൻ്റെ നിങ്ങൾക്ക് മൂപ്പറിയാലോ, പൊട്ടി പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി, പെട്ടെന്നായിക്കോളും. മാത്രമല്ല നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രമല്ലേ, അപ്പോൾ പെട്ടെന്നായിക്കോളും. പച്ചമണമൊക്കെ നന്നായിട്ട് പോട്ടെ, വെയിറ്റ് ചെയ്യാം. കറുത്ത എള്ളൊക്കെ വളരെ നല്ലതാട്ടോ ദേഹത്തിന്. എള്ളുപൊടി, എള്ളുണ്ട കർക്കിടകത്തിൽ മാത്രമൊന്നല്ല, ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് നല്ലതാണ്. ഒരു വെറൈറ്റി ആവും ചെയ്യും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒന്ന് തണുക്കട്ടെ. അതേ ചട്ടിയിലേക്ക് തന്നെ വളരെ കുറച്ച് ഒരു തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക്, ഇത് വലിയ എരിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു 4-5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ. അതേപോലെ തന്നെ നേരത്തെ ഉഴുന്ന് ചോറിലേക്ക് അതെ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വെളുത്തുള്ളി എടുത്തോളൂ, നല്ലതാണ്. വെളുത്തുള്ളി ആരോഗ്യത്തിന് വളരെ നല്ലതാണല്ലോ. മതി, ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്കത് പിടുത്തല്ല, അത് കാരണം മാത്രമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി എടുത്തു. കുഞ്ഞുള്ളി നല്ല സാധനം തന്നെയാണ്, സവാളയെക്കാട്ടിലൊക്കെ വളരെ നല്ലതാണ്. ഉള്ളിച്ചോറിലൊക്കെ നമ്മൾ കുഞ്ഞുള്ളിയാണല്ലോ ഇടുക. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. ഞാനിവിടെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുളി ഞാൻ അങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. വളരെ കുറച്ച്, എത്ര നമ്മൾ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് പുളി എടുത്തോളൂ. പിന്നെ ഇത് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്, വല്ലാതെ മിക്സി ബഹളം കൂട്ടാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രം തുള്ളിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കട്ടി ചട്നീനാണ് കേട്ടോ, കട്ടി സമ്മന്തിയാണ്. അപ്പം ഞാൻ ഈ പുളി കണ്ടോ വെള്ളത്തിലിട്ട കാരണം പുളി ഒന്നും അങ്ങോട്ട് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ എളുപ്പമാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പുളിയും നാളികേരവും എള്ളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ വറുത്തെടുത്തതില്ലേ ഉള്ളി, ചുവന്ന മുളക്, ഉപ്പും കൂടി ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ കിടിലൻ എള്ള് സമ്മന്തിയായി കേട്ടോ. അപ്പം ഞാൻ ആദ്യം എള്ളിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം മറ്റുള്ളവർക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ, ഉപ്പും കൂടി ഇട്ടിട്ട്. എന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഞാൻ എന്താ എള്ള് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം, അതോടൊപ്പം തന്നെ മുളകിൻ്റെയൊക്കെ ഞെട്ടിയൊക്കെ കളഞ്ഞു കേട്ടോ. മുളക്, കുഞ്ഞുള്ളി,
അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, ഈ ചട്നിയിലേക്ക് അല്ലെങ്കിൽ ഈ സമ്മന്തിയിലേക്ക്. മതി. ഇനി പുളി കണ്ടോ നന്നായിട്ട് കുതിർന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇത് വല്ലാതെ ബഹളം കൂട്ടാച്ചാൽ മാത്രം ഡ്രോപ്പായിട്ട് വെള്ളം ഒറ്റിച്ച് കൊടുക്കാനേ പറ്റൂ, അല്ലാതെ ഇത് സ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ചട്നി അല്ല അല്ലെങ്കിൽ സമ്മന്തി അല്ല കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല ക്ഷമ വേണം കേട്ടോ, ക്ഷമയുടെ നെല്ലിപ്പൊടി കാണും. ഇങ്ങോട്ട് അങ്ങോട്ട് തിരിച്ച് വെള്ളമില്ലാതെ തന്നെ അത് അരച്ചെടുക്കണേ. ഈ പറഞ്ഞ മാതിരി ഡ്രോപ്പായിട്ട് ഞാനും ഒഴിച്ചു. ആ പുളിയിട്ട കുറച്ചൊരു വെള്ളം ഉണ്ടായിരുന്നു, വളരെ കുറച്ച്, നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, അല്ലാതെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടോ, ഒന്നും പറയാനില്ല, വല്ലാത്ത രുചി. അപ്പോൾ എള്ളിൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും നമുക്കിതിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ നമ്മുടെ എള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് എന്തായി നോക്കാം. കണ്ടോ വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി കുറച്ചൊരു അഴകുഴമ്പൻ മട്ട, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തൈരസാദത്തിൻ്റെ ഒക്കെ മാതിരി വേണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരിതായിട്ട് കിട്ടും. കണ്ടോ ഇതിപ്പോൾ ശരിക്കും അടിപൊളി ചോറായിട്ടുണ്ട് കണ്ടോ. ശരിക്കും ഇത്ര ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തിളച്ച വെള്ളം വേണം ഒഴിക്കാം കേട്ടോ, ഒന്നും കൂടി ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. എനിക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇതേ പരുവം മതി. ഇതും എള്ളു സമ്മന്തിയും കൂട്ടിയിട്ടാണ് കഴിച്ച് നോക്കൂ കേട്ടോ. കർക്കിടക റെസിപ്പി ഒരാഴ്ച എങ്ങനെ ഉണ്ടാക്കിയാണ് കഴിക്കൂ. അപ്പോൾ കണ്ടോ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിട്ടോ. അപ്പോൾ കണ്ടോ ഒരു കുഴമ്പം മട്ടില്ലപ്പോൾ മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇരുന്ന് കട്ട് ചെയ്യാൻ വെച്ചായിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഉഴുന്ന് ചോറും എള്ളു സമ്മന്തിയും. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടാക്കി കഴിക്കൂ, വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഉഴുന്ന് ചോറ് ഞാനൊരു ബൗളിലേക്ക് ആക്കി വെച്ചിരുന്നു, അതങ്ങനെ കമത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ എള്ളു സമ്മന്തി അടിപൊളി ഉരുള തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഉരുള കേട്ടോ. ഈ മുളക് ഇതിൽ വെച്ച് ഇങ്ങനെ വാടിയിട്ടുണ്ട്, പച്ചമുളകേ, എന്താ ഒരിക്കലും അതിൻ്റെ സ്വാദം അറിയോ. ഇതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ, പച്ചമുളക് ഇങ്ങനെ കടിക്കാനൊന്നും. അപ്പം അടിപൊളി ഇന്നൊരു ഉഴുന്ന് ചോറിൻ്റെ ഉരുള കേട്ടോ. എല്ലാവരും വായ കാണിച്ചോളൂ കേട്ടോ, വായ തുറന്ന് പിടിച്ചോളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വളരെ എളുപ്പമല്ലേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പ്രത്യേകം ഒരു കാര്യം പറയാം, പഞ്ചാര പായസം മാതിരി അത്രയും സ്വാദുള്ള സാധനം ഒന്നും ആവില്ല. കർക്കിടക റെസിപ്പി പറഞ്ഞാൽ ഉലുവ കഞ്ഞി, മരുന്ന് കഞ്ഞി, ഇതിന് നേരിയ ഒരു കയ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇതിലിപ്പോൾ ഉലുവ വറുത്തിട്ടേ ഉള്ളൂ, എന്നാലും ചെറിയൊരു ഉലുവയുടെ ടേസ്റ്റ് അത് ഇങ്ങനെ കഴിക്കാൻ തൊക്കോളൊന്നും ഇല്ല. പക്ഷെ എന്നാലും കർക്കിടക റെസിപ്പി എന്ന് പറയണത് നമ്മൾ വളരെ സ്വാദോടെ ഇങ്ങനെ കഴിക്കുന്ന സാധനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും നല്ലതാണ്. ഈ ഒരു റെസിപ്പിയിൽ മരുന്ന് കഞ്ഞിമാരി കയ്പൊന്നുമില്ല കേട്ടോ, പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഏത് കർക്കിടക റെസിപ്പി ആയാലും അത് നമുക്ക് വളരെ സ്വാദോടെ ഇങ്ങനെ കഴിക്കാനുള്ളതല്ല. പക്ഷേ ഇതിൽ എള്ളു സമ്മന്തി കൂടി ഉണ്ടാവുകൊണ്ട് വളരെ നല്ലതാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.